മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് കൈവശം വെച്ചതിൻ്റെ കേസ് പരിസമാപ്തിയിലെത്തുന്നു എന്ന് തോന്നുന്നു. അത് നല്ല കാര്യം തന്നെയാണ്. കാരണം കേരളത്തിലെ പല ആൾക്കാരെയും പാരമ്പര്യമായിട്ട് അവരുടെ വീടുകളിലെ ആനക്കൊമ്പും അത് കലമാൻ്റെ കൊമ്പുകളും അതിൻ്റെ സ്റ്റഫ് ചെയ്ത് അങ്ങനെ ധാരാളം പഴയ തറവാടുകളിലും വീടുകളിലൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. അതൊക്കെ ലൈസൻസ് വേണ്ടതാണ്. പക്ഷേ പലരും ലൈസൻസ് ഇല്ല, അവരെ അത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഫോറസ്റ്റ് ആൾക്കാർ വീട്ടിൽ വന്ന് കയറുമ്പോൾ ഇത് കണ്ടപ്പോൾ അവർ കേസെടുക്കും. അതുപോലെ മോഹൻലാൽ 2 ആനക്കൊമ്പുകൾ വിലയ്ക്ക് വാങ്ങി സുഹൃത്തുക്കളിൽ നിന്ന് വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആനക്കൊമ്പിൻ്റെ കരകൗശല സാധനങ്ങൾ 13 എണ്ണം അതും അവിടെയുണ്ട്. ഇതിന് ലൈസൻസ് ഇല്ല. ഇത് വലിയ വിവാദമായി വാർത്തയായി. മോഹൻലാലിനെ അദ്ദേഹം DFI ഒക്കെ കണ്ട് ഡിക്ലെയർ ചെയ്ത് ഒരു ലൈസൻസൊക്കെ ഒപ്പിച്ചു. പക്ഷേ കേരള ഹൈക്കോടതി ഇത് പരിശോധിച്ചു. നിയമപരമായിട്ടല്ല ആ ലൈസൻസ് കൊടുത്തത്. അതുകൊണ്ട് ആ ലൈസൻസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് ക്യാൻസൽ ചെയ്തു. അതിനുശേഷം ഇതുപോലെ മോഹൻലാൽ താനെ വേട്ടയ്ക്ക് പോയതല്ല, ആരെങ്കിലും വേട്ടയാടി കൊണ്ടുവന്ന കൊമ്പുമല്ല, പഴയ കുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്, ലഭിച്ചതാണ്. ആ വിശിഷ്ടമായ സാധനം അദ്ദേഹത്തിൻ്റെ കൊച്ചിയിലെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അതാണ് വളരെ വിവാദമായത്. അതിനുള്ള ലൈസൻസും ക്യാൻസലായി. ഒരു പൊതുമാപ്പ് ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ കൈവശം വെച്ചവർക്ക് കൊടുക്കാൻ സർക്കാർ ഒരു തീരുമാനമെടുത്തു. ആ സമയത്ത് എല്ലാവരും ഡിക്ലെയർ ചെയ്യണം. ഇതുപോലെയുള്ള പുരാവസ്തുക്കളായ സാധനങ്ങൾ, ആനക്കൊമ്പായാലും ശരി, കലമാങ്കൊമ്പായാലും ശരി, പുലിനഖമായാലും ശരി, അതുപോലെ വൈൽഡ് ആനിമൽ മാത്രമല്ല ആർക്കിയോളജിക്കലായിട്ടുള്ള പുരാവസ്തുക്കൾ ഉണ്ട്. അതൊക്കെ കൈവശമുള്ളവരാരും ഡിക്ലെയർ ചെയ്തിട്ടില്ല. 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ആർക്കിയോളജിക്കൽ സാധനങ്ങൾ അത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകയാണ്. നമ്മുടെ വീട്ടിലായിരിക്കും ഇരിക്കുന്നത്. അതിനും ലൈസൻസ് വേണം, അവരെ അറിയിക്കണം. അപ്പം മോഹൻലാലിൻ്റെ 2 ആനക്കൊമ്പ്, ഈ 13 കരകൗശല ആനക്കൊമ്പിൻ്റെ കരകൗശല സാധനങ്ങളും അദ്ദേഹം ഡിക്ലെയർ ചെയ്തു. സുഹൃത്ത് തന്നതാണ്. എന്തായാലും അത് ആരും വിശ്വസിച്ചില്ല. വലിയ വാർത്താ പ്രാധാന്യങ്ങൾ വരികയും ചെയ്തു. ആനയെ വെടിവെച്ച് കൊന്ന് എടുത്തതാണ് എന്നുള്ളതാണ് കൂടുതലും വാർത്തകൾ. പക്ഷേ ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചാൽ എത്ര വർഷം പഴക്കമുണ്ടെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് മോഹൻലാൽ ആനവേട്ടയ്ക്കോ അല്ലെങ്കിൽ വൈൽഡ് ആനിമൽസിൻ്റെ എവിടെയെങ്കിലും വേട്ടയ്ക്ക് പോകുന്നതായിട്ട് ഇതുവരെ കേട്ടിട്ടില്ല. അതിനകത്ത് അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. ഏലും മലയാളത്തിലെ ഏറ്റവും വലിയ നടനായ അദ്ദേഹത്തിന് ഈ ഒരു കാര്യം പറഞ്ഞ് അറാസ് ചെയ്യുന്ന അത്ര ശരിയുമല്ല. കാരണം എല്ലാവരുടെയും കയ്യിലും ഇതുപോലുള്ള സാധനങ്ങളുണ്ട്. അവർക്ക് ചിലർക്കൊക്കെ ലൈസൻസ് ഉണ്ട്, ചിലർക്ക് ലൈസൻസ് ഇല്ല. ഇത് ലൈസൻസ് വേണമെന്ന് പലർക്കും അറിയില്ലായിരുന്നു. എന്തായാലും ഇപ്പം അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കണമെങ്കിൽ ലൈസൻസ് വേണം എന്നായിപ്പം സർക്കാർ ധാരാളം പേരുടെ കയ്യിലും സർക്കാരിൻ്റെ മന്ത്രിമാരെ അല്ലെങ്കിൽ MLA-മാരെയൊക്കെ വീടുകളിലൊക്കെ കാണാം. അതുകൊണ്ട് പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു പൊതുമാപ്പ് കൊടുക്കാവുന്ന സർക്കാർ തീരുമാനിച്ചു, ഡിക്ലെയർ ചെയ്തു. ഇനി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും അനധികൃതമായി കൈവശം വെച്ചാൽ ഉറപ്പായിട്ടും കേസാണ്. അത് ഫോറസ്റ്റ് കേസുകൾ വന്നു കഴിഞ്ഞാൽ ജാമ്യം കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്, അകത്ത് കിടക്കും. അത് തന്നെ ശിക്ഷയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് പലരും നമുക്കറിയാം, കേരളത്തിൽ പലരും വെടിക്ക് പോകുന്നവരുണ്ട്. മാംസങ്ങൾ അവർ കലമാനെയും മറ്റേ ഇങ്ങനെ മാൻവർഗത്തിനെയും ഇതിനെയൊക്കെ വെടിവെച്ച് കൊണ്ടുവരും. ഇറച്ചിയൊക്കെ പണ്ട് പോലെ കഴിക്കുന്നവർ ധാരാളം പേരുണ്ട്, ഇന്നും കഴിക്കുന്നവരുണ്ട്. അതൊക്കെ രഹസ്യമായിട്ട് ഇങ്ങനെയുള്ള കൃത്യങ്ങളൊക്കെ ചെയ്യുന്നുമുണ്ട്. അത് തന്നെയല്ല, വൈൽഡ് ആനിമൽ ധാരാളം പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. കുറേയൊക്കെ ഇങ്ങനെ ഭക്ഷിക്കാൻ വേണ്ടി നശിപ്പിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ മോഹൻലാലിൻ്റെ ഈ പൊതുമാപ്പിൻ്റെ പരിധി കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം അതിൻ്റെ DFI-യുമായിട്ട് ബന്ധപ്പെട്ടു. ഇപ്പം ആ കൊമ്പിനെ പറ്റിയുള്ള പൊതുമാപ്പിനുള്ള അപേക്ഷയും കൊടുത്തു. DFO അതിപ്പം ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റ് ഏൽപ്പിച്ചു. അദ്ദേഹം ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അത് പരിശോധിച്ച് ഇദ്ദേഹത്തിന് മാപ്പ് നൽകി ആ ലൈസൻസ് കൊടുക്കും എന്നാണ് കരുതുന്നത്. എന്തായാലും ഇന്നലെ
അദ്ദേഹം മൂവ് ചെയ്തു. DFOയുടെ അടുത്ത് DFO അത് ഉടൻ തന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് മുമ്പിൽ ഇന്ന് അദ്ദേഹം ഹാജരായിട്ടുണ്ട് ഇന്നലെ. അത് തീർച്ചയായിട്ടും ലൈസൻസ് കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഹൈക്കോടതി ഇതിനൊക്കെ ഇടപെട്ടെങ്കിലും അത് നിയമപരമായിട്ടല്ല ലൈസൻസ് കൊടുത്തത് എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഹൈക്കോടതി അതിനകത്തൊരു വിലക്കേൽപ്പിച്ചിട്ടില്ല. പൊതുമാപ്പ് ഹൈക്കോടതി അന്ന് പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഒരു പൊതുമാപ്പ് കൊടുത്ത് ഇതെല്ലാം ലീഗലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഹൈക്കോടതി അന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗവൺമെൻറ് ഒരു പൊതുമാപ്പിൻ്റെ കാര്യമായിട്ട് ഒരു ഓർഡർ ഇടാനായിട്ട് സാധിച്ചത്. എന്തായാലും അത് നല്ല കാര്യം. ഇപ്പോഴേ അതിനൊരു പരിഹാരമാകും എന്നാണ് ഞാൻ കരുതുന്നത്.